ഒരു തോരനില്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലോ? ഈ വർഷത്തെ നമ്മുടെ വിഷു സീരീസിൻ്റെ 8ാമത്തെ അവസാനത്തെ കറിയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ള ക്യാബേജ് എല്ലാം ഇതുപോലെ പൊടിയായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാവേ. നമ്മുടെ വിഷു സ്പെഷ്യൽസ് ബാക്കി 7 കറികൾ ഒന്നിച്ച് ഞാനൊരു പ്ലേലിസ്റ്റാക്കി വിഷു സ്പെഷ്യൽസ് എന്നും പറഞ്ഞ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അത് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ക്യാബേജ് അരിഞ്ഞ് തീർന്നു. ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ഇതിലേക്ക് തന്നെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. നമ്മളിവിടെ 2-3 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി ആട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ പൊടിയായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ക്യാബേജ് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഞ്ചി ഇടുന്ന ഇഷ്ടമാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ഒരു മുഴുത്ത പീസ് ഇഞ്ചി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ചുമന്നുള്ളിയാണ്. ചെറിയുള്ളി നമുക്ക് അധികം വേണമെന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ചുമന്നുള്ളി എടുത്തിട്ടുള്ളത്. അതും മിക്സാക്കി കഴിഞ്ഞ് നമുക്കിതിന് വേണ്ടിയിട്ടൊരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കാവേ. ക്യാബേജ് തോരന് നമ്മൾ തേങ്ങ അരക്കില്ല, പകരം മഞ്ഞൾ പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചാണ് ചേർക്കുന്നത്. അത് തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയുള്ളേ. ഇനി നമുക്ക് ചീനിച്ചട്ടി ചൂടാകാൻ വെക്കാവേ. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വരുമ്പം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ക്യാബേജും പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ ക്യാബേജ് തോരൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കില്ല കേട്ടോ. ആ ആവിയിലും എണ്ണയിലും ആട്ടോ ക്യാബേജ് തോരൻ വെന്ത് വരുന്നത്. വെള്ളം ചേർത്താൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോവേ. അതുകൊണ്ട് ക്യാബേജ് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാറില്ല. ഇനി നമുക്ക് ആ മിക്സിലേക്ക് ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് തട്ടിപ്പൊത്തി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങയുടെ ആ കൂട്ടുകൂടെ ചേർത്ത് നമുക്ക് വീണ്ടും തട്ടിപ്പൊത്തി വെക്കാവേ. നന്നായിട്ട് വേവാനായിട്ടാട്ടോ ഈ തട്ടിപ്പൊത്തി വെക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പച്ചയുലുവ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ ക്യാബേജിനൊക്കെ ഒരു റോ സ്മെല്ല് കാണത്തില്ലേ? ആ സ്മെല്ല് നല്ല കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ടുള്ളൊരു ടിപ്പാട്ടോ ഈ പച്ചയുലുവ. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സ്മെല്ലുണ്ടാവുകയേ. ഇനി നമ്മുടെ ക്യാബേജും അരപ്പും എല്ലാം കൂടി ആ ഉലുവയുടെ മേളിലേക്ക് വെച്ച് ഇങ്ങനെ തട്ടിപ്പൊത്തി നമുക്ക് വേവിക്കാവേ. ഇപ്പം നമുക്ക് മിക്സ് ചെയ്യേണ്ട. ഇപ്പം നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാവേ. ആ ആവിയിലിരുന്ന് നമ്മുടെ ക്യാബേജ് നല്ല രീതിക്ക് വേവണം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ നമ്മുടെ ക്യാബേജ് ആയോന്നേ. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആകുവേ. ഇനി ആ ആവിയിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചില്ലെങ്കിലും കുറച്ചൊരു വെള്ളമയം ആ ആവിയുടേത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി തോർത്തി എടുക്കാവേ. നമുക്കിത് ഇവിടെ കുഴഞ്ഞു പോകാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒട്ടും കരിഞ്ഞും പോയിട്ടില്ല, കുഴഞ്ഞും പോയിട്ടില്ല കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ക്യാബേജ് തോരൻ്റെ. അങ്ങനെ ഇളക്കി തോർത്ത് നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്കവർക്കും ഫേവറേറ്റ് അല്ലേ ഈ ഒരു ക്യാബേജ് തോരൻ. ഈ തോരനും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് എന്തായാലും നിങ്ങൾ ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്ന് താഴെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് ഈസി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.